നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ വമ്പന്മാരായ റയൽ മാഡ്രിഡും ബൊറൂസിയ ഡോർട്ട്മുണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുക. നാളെ രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു ഫൈനൽ മത്സരം നടക്കുക. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് UCL ഫൈനൽ നടക്കുക. 15ാമത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടമാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ റയലിന്റെ മധ്യനിരയിലെ ഇതിഹാസമായ ടോണി ക്രൂസിന്റെ റയൽ ജേഴ്സിയിലെ അവസാനത്തെ മത്സരം കൂടിയാണ് ഇത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലത്തോളമായി റയൽ മാഡ്രിഡിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന ഒരു ലെജൻഡ് തന്നെയാണ് ടോണി ക്രൂസ്. അദ്ദേഹം ഇപ്പോൾ തന്റെ കരിയർ അവസാനിപ്പിക്കുകയാണ്. റയൽ മാഡ്രിഡ് ജേഴ്സിയിൽ വെച്ചുകൊണ്ട് തന്നെ തന്റെ ഫുട്ബോൾ അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന യൂറോ കപ്പിന് ശേഷം അദ്ദേഹം ജർമ്മൻ ദേശീയ ടീമിന്റെ ജേഴ്സിയും അഴിച്ചു വെക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ടോണി ക്രൂസ് വിടവാങ്ങുന്നതോടുകൂടി ഒരു ലെജൻഡറി കൂട്ടുകെട്ടാണ് ഇപ്പോൾ പിരിയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തോളം റയലിന്റെ മധ്യനിരയിലെ സജീവ സാന്നിധ്യങ്ങളായ ലൂക്ക മോഡ്രിച്ച്, ടോണി ക്രൂസ് കൂട്ടുകെട്ടാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. ഇനി അടുത്ത സീസൺ മുതൽ ഈ ഒരു കൂട്ടുകെട്ട് റയലിന്റെ മധ്യനിരയിൽ ഉണ്ടാവില്ല. രണ്ടുപേരും ഒരുമിച്ച് കൊണ്ട് 334 മത്സരങ്ങൾ റയലിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതിൽ 212 മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ട്. 61 സമനിലകളും 61 തോൽവികളുമാണ് അവർ ട്ടുള്ളത്. ആകെ 45 കിരീടങ്ങൾ ഇരുവരും റയലിന് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ വാരിക്കൂട്ടിയ ഒരു സഖ്യമാണ് ഇപ്പോൾ പിരിയുന്നത്. നമുക്കറിയാം, 2012 ലൂക്ക മോഡ്രിച്ച് ടോട്ടൻഹാമിൽ നിന്നും റയലിൽ എത്തിയത്. പിന്നീട് 2014 ബയേണിൽ നിന്നും ടോണി ക്രൂസ് റയൽ മാഡ്രിഡിൽ എത്തി എന്നുള്ളതാണ്. പിന്നീട് കഴിഞ്ഞ 10 വർഷക്കാലത്തോളം റയൽ മാഡ്രിഡിന്റെ മധ്യനിര അടക്കി ഭരിച്ച രണ്ട് ഇതിഹാസങ്ങളാണ് ഈ രണ്ട് താരങ്ങളും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.